പാലക്കാട്ടെ കൊട്ടിക്കലാശത്തിന്റെ ദിനത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവരുന്നത് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ ഐഡി ഉപയോഗിച്ചുവെന്ന കേസിൽ നിർണായകമായ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് എന്നതാണ്. ലാപ്ടോപ്പിൽ വ്യാജ ഐഡി കാർഡ് നിർമ്മിച്ചു എന്ന് വ്യക്തമായി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് ഐഡി കാർഡുകൾ ഡൌൺലോഡ് ചെയ്തു. പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത ലാപ്ടോപ്പിൽ നിന്നാണ് തെളിവുകൾ ലഭിച്ചത്. അതേ ലാപ്ടോപ്പിൽ ഫോട്ടോയും പേരും മാറ്റി യൂത്ത് കോൺഗ്രസ് സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, വലിയ വിവാദമായ വാർത്തയായിരുന്നു. മാത്രവുമല്ല, ഇങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന വിമർശനം നിലനിൽക്കുന്നു. അതേ രാഹുൽ തന്നെയാണ് ഇപ്പോൾ പാലക്കാട്ടെ സ്ഥാനാർത്ഥി. ഇപ്പോഴിതാ ലാപ്ടോപ്പിൽ നിന്നുള്ള കൂടുതൽ തെളിവുകൾ ലഭിക്കുമ്പോൾ ഏത് തരത്തിലുള്ള കൃത്രിമം നടന്നു എന്ന നിഗമനത്തിലേക്ക് എത്താവുന്ന തെളിവുകളായി ഇതിനെ വിലയിരുത്താൻ സാധിക്കും. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ ഐഡി ഉപയോഗിച്ചു എന്ന കേസിൽ ആണ് നിർണായകമായ തെളിവുകൾ പുറത്തുവന്നിട്ടുള്ളത്. ഡാൻ, എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, തെരഞ്ഞെടുപ്പിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ്. രാഹുൽ നേതാക്കളെ പ്രതിരോധത്തിലാക്കുന്ന തെളിവുകൾ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വരുന്നതെന്ന് വേണം പറയാൻ. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇപ്രകാരമാണ്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് 4 പേരുമായിരുന്നു വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി എന്ന കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് അവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഡിജിറ്റൽ തെളിവുകളടക്കം പിടിച്ചെടുത്തിരുന്നു. അതിന്റെ ഭാഗമായി ഒരു ലാപ്ടോപ്പും ഈ പിടിച്ചെടുത്ത കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ ലാപ്ടോപ്പിൽ നിന്നാണ് ഇപ്പോൾ നിർണായകമായ ചില വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അതിൽ വ്യാജ ഐഡി കാർഡ് നിർമ്മിച്ചു ഈ ലാപ്ടോപ്പ് ഉപയോഗിച്ചു എന്ന് വ്യക്തമാകുന്ന വിവരങ്ങളാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് ഐഡി കാർഡുകൾ ഡൌൺലോഡ് ചെയ്യുകയാണ് ആദ്യം ചെയ്തത്. അതിനുശേഷം ഈ ലാപ്ടോപ്പിൽ ഫോട്ടോയും പേരും മാറ്റി യൂത്ത് കോൺഗ്രസ് സൈറ്റിൽ ഇത് അപ്ലോഡ് ചെയ്തു. പിന്നീട് വ്യാജ കാർഡുകൾ ഉപയോഗിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇത് രജിസ്റ്റർ ചെയ്തു. ഈ തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങൾ. ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ലാപ്ടോപ്പിൽ വ്യാജ കാർഡുകൾ നിർമ്മിച്ചു എന്ന് വ്യക്തമായിട്ടുണ്ട്. ഇങ്ങനെയാണ് ക്രൈംബ്രാഞ്ചിന്റെ നിലവിലെ കണ്ടെത്തൽ. വോട്ടിംഗിന് ശേഷം 67,158 അപേക്ഷകരെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നും ഇതിൽ വ്യക്തമാക്കുന്നു. കാണക്കാരി പഞ്ചായത്തിലെ 27 പേരുടെ പേരിൽ വ്യാജ കാർഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മലപ്പുറത്തെ 7 പേരുടെ പേരിലും വ്യാജ കാർഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് വെബ്സൈറ്റ് തയ്യാറാക്കിയ അഭിജിത് സിംഗിന് ഇതുമായി ബന്ധപ്പെട്ട് വാറണ്ട് അയച്ചിരിക്കുന്നു എന്ന വിവരവും കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകാത്തതിനെ തുടർന്ന്, അന്വേഷണ സംഘത്തിന് വിശദാംശങ്ങൾ നൽകാത്തതിനെ തുടർന്നാണ് വാറണ്ട് അയച്ചിരിക്കുന്നത്. രജിസ്റ്റർ ചെയ്ത 4 കേസുകളും ക്രൈംബ്രാഞ്ചിന് നേരത്തെ തന്നെ കൈമാറിയിരുന്നു. ക്രൈംബ്രാഞ്ചിന്റെ സെൻട്രൽ യൂണിറ്റ് ആണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത്. പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകൾ ഛത്തീസ്ഗഡിലെ ലാബിലേക്ക് വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിരിക്കുകയാണ്. ഇതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ. എന്തായാലും നിർണായകമായൊരു നീക്കമാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഈ കണ്ടെത്തലുകൾക്കപ്പുറത്ത് ഡാൻ, ഇന്നിപ്പോൾ പാലക്കാട്ടെ കൊട്ടിക്കലാശം ആണ് ഈ ആരോപണം നേരിടുന്ന, അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് ഇത്തരത്തിലുള്ള വ്യാജ ഐഡി കാർഡുകൾ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള വോട്ടെടുപ്പിലാണ് എന്നത് ഒരു ഘട്ടത്തിൽ വലിയ ചർച്ചയായിരുന്നു, വിവാദമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയുമാണ്. പാലക്കാട് ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ ഇത്തരം ചില ആരോപണങ്ങൾ തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷേ വിഷയങ്ങൾ പലതാണ്. ഓരോ ദിവസവും പാലക്കാട് വിഷയങ്ങൾ മാറിമറിഞ്ഞ പശ്ചാത്തലമുണ്ടാകുന്നു. ഒരുപക്ഷെ ഈ അവസാന മണിക്കൂറുകളിൽ, അല്ലെങ്കിൽ നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിലടക്കം ഈ വിഷയം കൂടുതൽ ആളിക്കത്തുവാനുള്ള സാധ്യതയില്ലേ? അഭിലാഷ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടക്കം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി, മൊഴിയെടുക്കുന്നതിന് വേണ്ടി മ്യൂസിയം പോലീസ് വിളിച്ചു വരുത്തിയിരുന്നു. അതിനുശേഷം വ്യാപകമായ അന്വേഷണമാണ് ഈ വിവാദം ഉണ്ടായ പശ്ചാത്തലത്തിൽ നടന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം വിഷയത്തിൽ ഇടപെടുകയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു.